കർത്താവിൽ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇന്നു നാം തിരുപ്പിറവിക്കായി ഒരുങ്ങുന്നതിൻ്റെ, കാത്തിരിപ്പിൻ്റെ, നോമ്പിൻ്റെ 8-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ദിവസം ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് വിശുദ്ധ മറിയമിൻ്റെ യാത്ര വിനയത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ബദ്ധപ്പാടോടുകൂടി, അത് ഇന്ന് നമ്മെ ഏറ്റവും ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ആ സംഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. വിശുദ്ധ മറിയം തൻ്റെ ഗർഭാവസ്ഥയിൽ പോലും എലിസബത്തിനെ സന്ദർശിക്കുവാൻ പോയ സംഭവം. ക്രിസ്തുവിനെ ഗർഭത്തിൽ ധരിച്ചിട്ടും അവൾ സ്വയം വിശ്രമിക്കുവാൻ പോകുന്നില്ല. മറിച്ച് വേഗത്തിൽ അവൾ മറ്റൊരാളുടെ അടുക്കലേക്ക് പോകുന്നു. അതാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യം. ഇതാണ് ഇന്നത്തെ ധ്യാനത്തിൻ്റെ മർമ്മം. ലോകരക്ഷിതാവായ യേശുവിനെ ഹൃദയത്തിൽ ധരിച്ചതിൻ്റെ ആദ്യ പ്രതികരണം. സ്നേഹത്തോടെ, കരുതലോടെ മറ്റൊരാളുടെ, തൻ്റെ ചാർച്ചക്കാരത്തിയുടെ അടുക്കൽ പോയി അവരെ സേവിക്കുക എന്നുള്ളത്. അന്നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്ന് സഖരിയാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയ അന്നേ ദിവസം അലസതയില്ലാതെ, ഒട്ടും വൈകാതെ തന്നെ, ഒട്ടും മടുപ്പ് തോന്നാതെ തന്നെ, ബദ്ധപ്പാടോടെ അവൾ തൻ്റെ സ്നേഹം, സഹജീവികളോടുള്ള കരുണ, ആ ഒരു കരുതൽ, ആ ഒരു ചേർത്തുപിടിക്കൽ, ഇവ വേണ്ടുന്നിടത്തേക്ക് വേഗത്തിൽ എത്തിക്കുകയാണ്. അത് വലിയ ഒരു മാതൃകയാണ് നമുക്ക്. ആ ഒരു വലിയ മാതൃകയാണ് ഈ വചനത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. നമ്മുടെ ധ്യാന ചിന്ത ഇതാണ്: ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ആദ്യ പ്രതികരണം സ്വാർത്ഥതയല്ല വേണ്ടത്, മറിച്ച് മറ്റൊരാളുടെ ജീവിതത്തിൽ ആശ്വാസമാകുക, അവനൊരു കൈത്താങ്ങാകുക, ഒരു ഇരുട്ടിലെ ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടമെങ്കിലും ആകുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നമ്മുടെ ഭവനങ്ങളിൽ ആരോ ഒരു വാക്ക്, ആ ഒരു ആശ്വാസത്തിൻ്റെ വാക്കിനായി കാത്തിരിക്കുന്നുണ്ടോ? ആരോ ഒരാൾ സ്നേഹത്തോടെയുള്ള ആ ഒരു വിളിക്കായി കാത്തിരിക്കുന്നുണ്ടോ? നിങ്ങളിൽ നിന്ന് ഒരു ക്ഷമയോ, ഒരു സ്നേഹവാക്കോ, ഒരു താങ്ങോ ആവശ്യമായിട്ടുള്ളവർ നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടോ? മറിയം ബന്ധപ്പെട്ടോ വേഗത്തിൽ പോയതുപോലെ നമ്മളും നന്മയിൽ അവിടേക്ക് ചെല്ലുവാൻ സാധിക്കാറുണ്ടോ? മറിയത്തിൻ്റെ സാന്നിധ്യം വളരെ അധികം സന്തോഷം കൊണ്ടുവരുന്നു എലിസബത്തിന്. അതാണ് മറിയയുടെ വന്ദന സ്വരം കേട്ടപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഉള്ളിൽ പിള്ള ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യുന്നു. അതാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 44-ാം വചനത്തിൽ പറയുന്നത്. മറിയം കൊണ്ടുവന്നത് ഒരു സാധാരണ സാന്നിധ്യമല്ല, അത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. നമ്മുടെ വാക്കുകളും സാന്നിധ്യവും മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നവയാണോ? നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നാം നിരാശയോ ഭാരം കൊണ്ടുവരുന്നവരോ ആണോ? അതോ മറിയത്തെ പോലെ സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, ചേർത്തുപിടിക്കലിൻ്റെ ആ ഒരു അനുഭവം കൊണ്ടുവരുന്നവരാണോ? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിനെ തൻ്റെ ഉദരത്തിൽ വഹിച്ച മറിയത്തെ പോലെ
നാം ക്രിസ്തുവിനെ ഹൃദയത്തിൽ വഹിച്ചാൽ നാം പോകുന്നിടമെല്ലാം നമുക്ക് സമാധാനം, സന്തോഷം, പ്രത്യാശ ഇവയെല്ലാം നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് നൽകുവാൻ സാധിക്കും. അതാണ് മറിയത്തിൻ്റെ മഹത്വപ്പെടുത്തൽ. മറിയം സന്തോഷത്തോടെ ദൈവത്തെ പുകഴ്ത്തുമ്പോൾ അവൾ പറയുന്നു, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ആമേൻ, സ്തോത്രം. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടത്, അവൾക്ക് യാതൊരു ഗർവവുമില്ല. ദൈവം തന്നെയാണ് മഹത്വത്തിൻ്റെ ഉറവിടമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ഞാനാണ് ഇത് ചെയ്തത് എന്ന ഗർവത്തോടെ നമുക്ക് പറയുവാൻ സാധിക്കുമോ? അതോ മറിയത്തെ പോലെ ദൈവമാണ് ഇത് ചെയ്തത് എന്ന് സവിനയത്തോടുകൂടി പാലിക്കുകയോ ചിന്തിക്കുകയോ? നാം ഓരോരുത്തർക്കും അങ്ങനെ മറിയത്തെ പോലെ ചിന്തിക്കുവാൻ സാധിക്കണം. കർത്താവേ, വിശുദ്ധ മാതാവിൻ്റെ യാത്രയെ പോലെ ഞങ്ങളുടെ ഹൃദയം നന്മയിൽ വളരുവാൻ, സ്നേഹത്തിൽ വളരുവാൻ, സേവനത്തിൽ ജീവിക്കുവാൻ. വിശുദ്ധ മറിയം എലിസബത്തിന് സഖറിയാവിൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്ന സന്തോഷം ഞങ്ങളുടെ കുടുംബങ്ങളിലും ചുറ്റുപാടുകളിലും എല്ലാ നേരത്തും തമ്പുരാനെ നമ്മൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവമേ കരുണ ചെയ്യണമേ. വിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയം മറിയത്തെ പോലെ വിനയത്തിലും കൃതജ്ഞതയിലും നിറയുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ.